അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടാവശ്യത്തിന് നമ്മൾ കൂൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഉറികൾ കെട്ടാനൊന്നും സൗകര്യം കിട്ടാതാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബെഡുകൾ വെക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഹാർവസ്റ്റ് എങ്ങനെയാണ് കൂണ് വിളവെടുക്കേണ്ടത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കൂണിൻ്റെ ബെഡ് നനച്ചു കൊടുക്കേണ്ടത് എന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബെഡുകളാണ്. അപ്പോൾ ഈ ബെഡിൽ ഹാർവസ്റ്റിന് ഇവിടെ വിളവെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബെഡിലും വിളവെടുക്കാൻ വേണ്ടിയിട്ട് കൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഈ കൂണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ കൂണ് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് മെല്ലെ ഒന്നിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, ഒന്നിങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് മെല്ലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ബെഡിൽ ഉണ്ടായിട്ടുള്ള ഈ കൂണും കൂടി നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെയിറ്റുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിങ്ങനെ മെല്ലെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. അതിൻ്റെ ഭാഗങ്ങളൊന്നും പിന്നെ നമ്മൾ ആ ബെഡിൽ ഉണ്ടായിരിക്കരുത്. അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഭാഗം നമുക്ക് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ഇങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു എന്തെങ്കിലും ഫംഗൽ അറ്റാക്ക് എന്തെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതും കൂടി നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കൈ കൊണ്ട് തിരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് എത്രയും പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് കൂണിന്. അതുപോലെ ധാരാളം മിനറൽസ് ഉണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഉണ്ട്, സെലീനി ഉണ്ട്. അപ്പോൾ ഒബേസിറ്റി ഉള്ളവർക്ക്, ഡയബറ്റിക് പേഷ്യൻസിന്, ഗർഭിണികൾക്ക്, കുട്ടികൾക്ക്, എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒന്നാണ് കൂണ്. അപ്പോൾ ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു 100 ഗ്രാം കൂണെങ്കിലും എല്ലാ ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ അത് വളരെ പോഷക സമ്പുഷ്ടമായിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് അവർ കഴിക്കുന്ന രൂപത്തിൽ കൂണായിട്ടോ കട്ട്ലറ്റായിട്ടോ സൂപ്പായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത്രയും പോഷക സമ്പുഷ്ടമാകും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതാകുമ്പോൾ യാതൊരു വിഷമില്ലാത്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നമുക്ക് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തൂക്കി നോക്കാം ഇത് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പോളിത്തീൻ കവറിലാക്കിയിട്ട് അതിന് കുറച്ച് സുഷിരങ്ങളിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് എടുക്കേണ്ടതിൻ്റെ തൂക്കത്തിനനുസരിച്ച് ഓരോ കവറിലാക്കിയിട്ട് വെച്ചാൽ മതി. 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ കൂണ് നമ്മൾ ഉണ്ടായി വരുമ്പോഴും അതുപോലെ തന്നെ ഇത് പറിച്ചെടുക്കുമ്പോഴും ഇതുപയോഗിച്ച് നമ്മൾ വീട്ടിൽ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അത് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി അതും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ 300 ഗ്രാം കൂണാണ് നമുക്ക് ഈ ഹാർവസ്റ്റിൽ നമുക്ക് കിട്ടിയത്. ഈ ബെഡിൽ ഇപ്പോൾ ചെറുതായിട്ട് കൂണ് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നനച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഹാർവസ്റ്റ് ചെയ്യാൻ പാകമായിട്ടുള്ള വിളവെടുക്കാനായിട്ടുള്ള എല്ലാ കൂണും നമ്മൾ പറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ നനച്ച് കൊടുക്കേണ്ട. ഒരു ചെറിയൊരു സ്പ്രെയർ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദിവസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ നനയ്ക്കാം. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ മഴക്കാലമാണെങ്കിൽ ഒരു പ്രാവശ്യം നനച്ചാലും മതി. വേനൽക്കാലമാണെങ്കിൽ നമ്മൾ നനയുടെ 2-3 പ്രാവശ്യമൊക്കെ 3 ടൈമൊക്കെ നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു. ഇവിടെ എല്ലാവരും ട്രൈ